ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ആവറേജ് ഓഫ് 100 നമ്പേഴ്സ് ഇസ് 44. ഇഫ് 4 ന്യൂ നമ്പേഴ്സ് ഇൻക്ലൂഡഡ് ആവറേജ് വിൽ ബിക്കം 50. ഫൈൻഡ് ആവറേജ് ഓഫ് 4 ന്യൂ നമ്പേഴ്സ്. അപ്പോൾ എന്തായാലും ആവറേജ് 44 ഉണ്ടായേ പറ്റൂ. അതിൻ്റെ ഒപ്പം 4 പേരാണ് വരുന്നത്. 100 + 4 104. 104 എത്ര കൂടുന്നത്? 44 50 ആവുന്നത്. 6 × 104 100 6 600 600 24 624. ആവറേജിൻ്റെ ഒപ്പം എപ്പോഴും ആവറേജ് മാത്രമേ കൂട്ടാവുള്ളൂ. അപ്പോൾ 624/4 ചെയ്യണം. 156. 156 44 200. ഓപ്ഷൻ എ ആണ് ഉത്തരം. ഇനി ഇങ്ങനെ ചെയ്യുന്ന ഒരാളും എക്സാമിന് ഈ ക്വസ്റ്റ്യൻ ഇങ്ങനെ ചെയ്യുന്ന ഒരാളും അലിഗേഷൻ അറിയാവുന്ന ഒരാൾ തമ്മിലുള്ള വ്യത്യാസം ഞാൻ കാണിച്ചു തരാം. 100 നമ്പർ 4 പേര് വരുന്നു. 100 പേരുടെ ആവറേജ് 44 എത്രയാണ് കൂടിയേക്കുന്നത്? 50 കൂടിയേക്കുന്നത്. 4ഉം 100ഉം വെട്ടി 25:1 എന്ന റേഷ്യോ എഴുതി. ഈ 1ൻ്റെ വാല്യൂ ആണ് ഇവിടെ കിടക്കുന്നത്. 44 9 6. അപ്പോൾ 25 × 6 എത്രയാണ്? 150. ആ 150ഉം 50ഉം 200. മനസ്സിലാക്കുക, ഒരു ക്വസ്റ്റ്യൻ കണ്ടു കഴിയുമ്പോൾ നമ്മൾ ഏത് മെത്തേഡ് ചൂസ് ചെയ്യണം എക്സാമിന്. അലിഗേഷൻ അറിയാവുന്ന ഒരാൾ ഇതൊരു 7 സെക്കൻഡ് 5 സെക്കൻഡിനുള്ളിൽ തീർക്കും. അതേപോലെ മറ്റേ മെത്തേഡ് യൂസ് ചെയ്യുന്ന ആൾ കുറച്ചുകൂടി ടൈം എടുക്കും. അപ്പോൾ എക്സാമിന് നമുക്ക് എങ്ങനെ ടൈം കുറയ്ക്കാമെന്നായിരിക്കണം നമ്മുടെ എപ്പോഴും പ്രയോറിറ്റി. ക്വസ്റ്റ്യൻ എല്ലാവർക്കും അറിയാമായിരിക്കും, പക്ഷെ അത് ചെയ്യുന്ന മെത്തേഡാണ് നമ്മൾ ഇമ്പ്രൂവ് ചെയ്യേണ്ടത്.